പ്രാഗിന്റെ നഗരമധ്യത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ഒരു വലിയ പ്രതിമയുണ്ട്. എല്ലാ മണിക്കൂറിലും ആദ്യ 15 മിനിറ്റിൽ ഈ പ്രതിമയുടെ തല റൊട്ടേറ്റ് ചെയ്യും. എന്താണ് ഈ പ്രതിമയുടെ പ്രത്യേകത? നമുക്കതൊന്ന് പരിശോധിച്ചാലോ. ചെക്ക് ശില്പിയായ ഡേവിഡ് സെർണി 2014 ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാൻസ് കഫ്കയുടേതാണ് ഈ പ്രതിമ. 42 ലെയറുകളായി 11 മീറ്റർ ഉയരമുണ്ട് ഇതിന്. എന്തിനാണ് കറങ്ങുന്ന ഒരു പ്രതിമ? വെറുതെ ഒരു ശില്പം നിർമ്മിച്ചാൽ പോരായിരുന്നോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ കഫ്ക ആരായിരുന്നു എന്നറിയാൻ ശ്രമിക്കണം. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരനായിരുന്നു കഫ്ക. ഒരു അഭിഭാഷകനായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. 1924 അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഉറ്റ സുഹൃത്ത് അദ്ദേഹത്തിന്റെ കൃതികൾ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തെപ്പറ്റി പുറം ലോകം അറിയാൻ തുടങ്ങിയത്. സമൂഹത്തിലെ ലെയറുകൾ മനുഷ്യ സ്വഭാവം മാറ്റിമറിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ കൃതികൾ. ഈ 42 ലെയറുകൾ സമൂഹത്തിലെ തട്ടുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൊസൈറ്റിയിലെ ലെയറുകൾ മനുഷ്യനെ മാറ്റുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റീൽ ലെയറുകൾ ഉപയോഗിച്ച് കഫ്കയുടെ മുഖവും മാറ്റി കാണിക്കുന്നത്. കഫ്കയുടെ മെസ്സേജ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കും കാഴ്ചകൾക്കുമായി പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.